എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻ്റൽസാറ്റ് 17 നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള 5G ഫിൽറ്ററിൽ LMB, രണ്ട് 5G ഫിൽറ്റർ LMB ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് സോളിഡിൻ്റെ LMB, അതേപോലെ തന്നെ സ്റ്റാർ ഗോൾഡിൻ്റെ LMB. ഇത് ഏതാണ് ബെറ്റർ എന്നതും അതേപോലെ തന്നെ ഏത് LMB ആണ് നമുക്ക് ബെസ്റ്റ്. ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു LMB ഉണ്ട്. ഫസ്റ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള LMB നമ്മുടെ നോർമൽ LMB 5G ഇല്ലാത്ത ഒരു സമയത്ത് കാലഘട്ടത്തിലുണ്ടായിരുന്ന LMB. ഇതിൻ്റെ മൂന്നിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ നോർമൽ LMB എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 5G ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലുള്ള LMB. സോളിഡിൻ്റെ തന്നെ ഒരു നോർമൽ LMB ആണ്. ഇതിൻ്റെ റേറ്റും വളരെ കുറവായിരുന്നു. 350 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു LMB. ഇതായിരുന്നു ഏറ്റവും നല്ല LMB എന്ന് വേണമെങ്കിൽ നമുക്ക് സോളിഡിൻ്റെ എന്ന് നമുക്ക് പറയാം. മറ്റൊന്നും കൊണ്ടല്ല, ഇതിന് നല്ല സിഗ്നൽ നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. ഇത് 5G ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന LMB ആണ്. പിന്നീട് നമുക്ക് ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ 5G സ്റ്റേഷൻ വരുന്ന സമയത്ത് ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ നമ്മുടെ സിഗ്നൽ കട്ടായി പോകുന്ന അവസ്ഥ, ഫ്രീസ് ആവുന്ന അവസ്ഥ, ഇതൊക്കെ നമുക്ക് നമ്മുടെ 5G ടവർ വന്നതോട് കൂടിയിട്ട് നമുക്ക് സംഭവിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ സ്ക്രീനിലെ ചിത്രത്തിനെ പോലെ തന്നെ സാറ്റലൈറ്റിൻ്റെ സിഗ്നലും അതേപോലെ തന്നെ നമ്മുടെ 5Gയുടെ സിഗ്നലും ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ സിഗ്നലിൽ കിട്ടാത്ത അവസ്ഥ, ഫ്രീസിങ്, ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവുകയും നമുക്ക് തീരെ സിഗ്നൽ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ ഈ ഒരു LMB ഉപയോഗിക്കുമ്പോൾ 5G സിഗ്നൽ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ, 5G ടവറിൻ്റെ സിഗ്നൽ വരുന്ന സ്ഥലങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷേ ഇതായിരുന്നു, ഈ ഒരു LMB ആയിരുന്നു നമുക്ക് നല്ല ഒരു LMB. 6 ഫീറ്റ് ഡിഷിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ വളരെ നല്ല LMB എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ടൈപ്പ് LMB തന്നെയാണ് നല്ലത്. ഇപ്പോഴും നിലവിൽ ചില സ്ഥലങ്ങളിൽ ഈ സിഗ്നൽ ലഭിക്കാത്ത എന്ന് വെച്ചാൽ 5G പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഈ LMB ഉപയോഗിക്കുന്നത് തന്നെയാണ് വളരെ ഉത്തമം. ഇതാണ് ഏറ്റവും നല്ലത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ 5Gയുടെ LMB ആണ്. 5Gയുടെ സോളിഡിൻ്റെ തന്നെ കമ്പനിയുടെ 5Gയുടെ 17K, നേരത്തെ കാണിച്ചത് 12Kയുടെ LMB ആണ്. ഇത് 17Kയുടെ LMB ആണ്. ഇത് ഞാൻ ഒരു LMB വാങ്ങിയതാണ്. ഈ LMB കൂടുതൽ സിഗ്നൽ ലഭിക്കും എന്ന് ഒരു കാലത്ത് പറയുകയുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോർമൽ 5G വിഷയങ്ങളൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഈ ഒരു LMB 5G LMB വില കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സിഗ്നൽ ലഭിക്കുമെന്ന് അന്ന് പല വീഡിയോകളിലും സെല്ലർമാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു LMB വാങ്ങിയതിന് ശേഷം ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതിൻ്റെ സിഗ്നൽ നമുക്ക് കൂടുതലൊന്നും ലഭിക്കുന്നില്ല എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. സോളിഡിൻ്റെ 5G എന്ന് എഴുതിയിട്ടുണ്ട്. 17Kയുടെ ഒരു LMB ആണ്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ, നമ്മുടെ നാടുകളിൽ നമുക്ക് ലഭിക്കുന്ന ഒരേ ഒരു LMB ഇത് മാത്രമാണ് നമുക്ക് നോർമൽ ഒരു മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന ഒരു LMB. ഇനി ഇത് നല്ല വെയിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. ഇത് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. സാധാരണ മറ്റ് പഴയ LMBയെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടി വെയിറ്റ് ഉണ്ട്, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീല് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ചില ആൾക്കാർ ഇതിനകത്ത് ചോദിക്കാറുണ്ട്, ഇതിൻ്റെ കവർ, പ്ലാസ്റ്റിക് കവർ എടുക്കണമോ എന്ന് ചോദിക്കാറുണ്ട്. ചില ആൾക്കാർ ഈ കവർ വീണത് കൊണ്ട് നമുക്ക് സിഗ്നൽ കിട്ടാതിരിക്കുമോ എന്നും ചോദിക്കാറുണ്ട്. ഇത് നമ്മുടെ നോർമൽ, നമ്മുടെ 5G പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്തുള്ള ഈ LMB ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 5G പ്രശ്നമില്ലാതിരിക്കുമ്പോൾ ഉള്ള നോർമൽ LMBയും അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഞാൻ നേരത്തെ ജസ്റ്റ് തൊട്ട് മുമ്പ് കാണിച്ച ആ ഒരു LMB 5G LMB സോളിഡിൻ്റെ തന്നെ കമ്പനിയുടെ LMB നമ്മൾ രണ്ടും സെലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, രണ്ടും താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു LMBയിൽ കൂടുതൽ സിഗ്നൽ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5G ഫിൽറ്റർ LMB വെക്കുന്നതുകൂടെ നമുക്ക് കൂടുതൽ സിഗ്നൽ ലഭിക്കും എന്നത് പറഞ്ഞത് വാസ്തവമല്ല. നമുക്ക് കൂടുതൽ സിഗ്നൽ ലഭിക്കുന്നില്ല. ചെറിയൊരു ശതമാനം ലോസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്.
കുറച്ച് മറ്റ് LMBനേക്കാളും കുറച്ച് കുറവാണ് എന്ന് പറയാവുന്നതാണ്. പക്ഷേങ്കിലും നമുക്ക് 5Gയുടെ വിഷയം വരുന്ന സമയത്ത് 5Gയുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസിങ്ങും അതേപോലെ തന്നെ സിഗ്നൽ കട്ടാവുകയും തീരെ പിക്ചർ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന വിഷയം വരുന്ന സമയത്താണ് നമ്മൾ ഈ 5G ഫിൽട്ടർ LMB ഉപയോഗിക്കുന്നത്. ഇത് പല റേറ്റുകളിലും സെല്ലർമാർ കൊടുക്കുന്നുണ്ട്, പല റേറ്റുകളിലും കൊടുക്കുന്നുണ്ട്. 1500, 1800 പല റേറ്റിലും ഇത് കൊടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അതായത് പ്രൈസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ കവറിങ് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഒരു കവറിങ് ആണ്. ഇതിൻ്റെ എഴുത്ത് കാര്യങ്ങൾ ഒക്കെ കുറച്ചും കൂടി വ്യക്തതയുണ്ടാകും, കുറച്ചും കൂടി ക്ലാരിറ്റി നല്ല രീതിയിലാണ് ഈ ഒരു LMBയുടെ ബോഡി നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ LMBയെ അപേക്ഷിച്ചിടത്തോളം ഇത് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പക്ഷേ നമുക്ക് ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കൂടുതൽ സിഗ്നൽ ലഭിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീസിങ് ഇല്ലാതെ നമുക്ക് കാര്യം മുമ്പിലോട്ട് പോകണം. പക്ഷേ 5G ഉള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു LMB വെച്ചിട്ട് നമുക്ക് ഫ്രീസിങ് ഇല്ലാണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ചാനലുകൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതാണ് ഒരേ ഒരു അഡ്വാൻറ്റേജ്. സിഗ്നൽ നമുക്ക് കൂടുതൽ ലഭിക്കുന്നില്ല, പക്ഷേങ്കിൽ 5G ഫിൽട്ടർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സിഗ്നൽ ഫ്രീസിങ് ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഇന്ത്യൻ വിപണിയിൽ ലഭിക്കുന്ന ഈ ഒരു LMB വെച്ചാണ് നമുക്ക് ഈ വിഷയങ്ങളൊന്നും ഇല്ലാതെ കാണാൻ പറ്റുക. ഇതാണ് ഞാൻ ഒരുപാട് കാലം ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു LMB. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഗോൾഡ് എന്ന LMB. ഈ ഒരു LMB വിദേശ വിപണിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു LMB ആണ്. ഇതാണ് സ്റ്റാർ ഗോൾഡിൻ്റെ LMB. നിങ്ങൾക്ക് ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് സ്റ്റാർ ഗോൾഡിൻ്റെ LMB ആണ്. ഇതിന് വളരെ നല്ല സിഗ്നലുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ 5G എഴുതിയിട്ടുള്ളതും അതേപോലെ 5G എഴുതാത്തതും നമുക്ക് ലഭ്യമാണ്. ഇത് സ്റ്റാർ ഗോൾഡിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ആൻറ്റി വൈമാക്സ് എന്ന ഒരു LMB എന്നാണ്. അതേപോലെ തന്നെ ഇത് പല ഗ്രൂപ്പുകളിലും ഇതിനെപ്പറ്റി ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. 5G ഉള്ള സ്ഥലത്ത് ഇതിന് കംപ്ലൈൻറ്റുകളുണ്ട് എന്നും ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് മാക്സിമം സൂം ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5G നമുക്ക് ബാധിച്ചിട്ടുള്ള ഏരിയകളിൽ നമുക്കിത് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലപോലെ സിഗ്നലോട് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ സോളിഡ് LMBയെ അപേക്ഷിച്ച് സോളിഡ് 5G LMBയെ അപേക്ഷിച്ച് ഇത് രണ്ടും താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു 3, 4, 5% നമുക്ക് ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 5G ഫിൽട്ടർ സ്റ്റാർ ഗോൾഡ് LMBയിൽ നമുക്ക് കൂടുതൽ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. പല സമയങ്ങളിലും നമ്മൾ 6 ഫീറ്റ് ഡിഷ് ഉപയോഗിക്കുന്ന നോർമൽ ആൾക്കാർ എന്ന് വെച്ചാൽ കൂടുതലും 6 ഫീറ്റ് ഡിഷാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇപ്പോൾ 6 ഫീറ്റ് ഡിഷാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോർമൽ കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്നത് 6 ഫീറ്റ് ഡിഷാണ്. നമുക്ക് വലിയ ഡിഷാണെങ്കിൽ 8 ഫീറ്റ് ഡിഷാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. പക്ഷേങ്കിൽ 6 ഫീറ്റ് ഡിഷ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു സിഗ്നലിൻ്റെ പോരായ്മ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നൽ ഡെഡ് ആവുകയും സ്ലോ ആവുകയും അതേപോലെ തന്നെ സിഗ്നൽ യാതൊന്നും തന്നെ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം നമുക്കുണ്ട്, അതായത് 6 ഫീറ്റുകാർക്ക് ഉണ്ട്. പക്ഷേങ്കിൽ ആ ഒരു സ്ഥലത്ത് നമുക്ക് 2, 3% അല്ലെങ്കിൽ 4, 5% കൂടുതൽ നമുക്ക് സിഗ്നൽ ലഭിക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ എല്ലാ സമയത്തും നമുക്ക് നല്ല സിഗ്നലോട് കൂടി നമുക്ക് കാണാൻ പറ്റുന്ന. അതുകൊണ്ട് മാക്സിമം ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മാക്സിമം സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ ഒരു മഴ വന്നാലോ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ എന്തെങ്കിലും നമുക്ക് സാറ്റലൈറ്റിൽ നിന്ന് തന്നെ സിഗ്നലിൻ്റെ കുറവ് നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള ടെൻഷനും നമുക്ക് വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ നമുക്ക് ഈ C ബാൻഡ് ഡിഷ് നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചം. അതുകൊണ്ട് നിങ്ങൾ ഒരു ഡിഷ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ 5G ഫിൽട്ടർ LMB മേടിക്കണം എന്ന ആഗ്രഹവും നിങ്ങളുടെ നാട്ടിൽ 5G സിഗ്നൽ പ്രശ്നങ്ങളും ഉറപ്പായും ഇപ്പോൾ നിലവിലുണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന കണ്ടീഷൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ വാങ്ങേണ്ട ഒരേ ഒരു LMB
നമ്മുടെ ഇതുപോലുള്ള വിദേശ LMBകൾ നിങ്ങൾ മേടിക്കുക. ഇത് മറ്റ് ഞാനിതിൻ്റെ സെല്ലറോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, ഞാൻ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞുകൊള്ളുന്നു. നമുക്ക് ഇന്ത്യൻ വിപണിയിൽ ഇപ്പോൾ ഞാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നാട്ടിൽ എനിക്ക് ലഭിക്കുന്നത് സോളിഡിൻ്റെ LMB മാത്രമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലോ ആരോടെങ്കിലും പറഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഗൾഫിലുണ്ടെങ്കിൽ വിദേശത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു സി ബാൻഡ് 5G ഫിൽട്ടർ LMB നിങ്ങൾ എടുക്കുക. ഇതിൻ്റെ ഒരു കമ്പനിയുടെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ഇത് ഞാൻ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ 8 ഫീറ്റ് ഡിഷാണെങ്കിൽ സോളിഡിൻ്റെ നോർമൽ LMB നാട്ടിലുള്ള LMB വെച്ച് കഴിഞ്ഞാൽ മതി. അല്ലാതെ 6 ഫീറ്റ് ഡിഷാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലുള്ള ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഗോൾഡ് പോലുള്ള കമ്പനിയുടെ LMB നിങ്ങൾ ദയവായി ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇതിൽ 5G എന്ന പ്രശ്നം വരുന്നത് നമ്മുടെ സാറ്റലൈറ്റിൽ നിന്നും വരുന്ന സിഗ്നലും അതേപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള ടവറുകളിൽ നിന്നും വരുന്ന സിഗ്നൽ ഇതിൻ്റെ ഫ്രീക്വൻസി ഏകദേശം ഒരേപോലെ, ഇതിൻ്റെ ബാൻഡ് ഒരേപോലെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടവറുകളിൽ നിന്നും വരുന്ന സിഗ്നൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. അതായത് നമ്മുടെ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നലിനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിരിക്കും നമ്മുടെ മൊബൈൽ ടവറുകളിൽ നിന്നും വരുന്ന സിഗ്നൽ. അതുകൊണ്ടാണ് നമുക്ക് ഇൻറ്ററപ്ഷൻ അല്ലെങ്കിൽ ഈ സിഗ്നൽ മുഴുവനായിട്ടും ഫ്രീസ് ആവുകയോ കട്ടാവുകയോ ചെയ്യുന്ന ഒരു ഇത് നമ്മുടെ TV ചാനലുകളിൽ നമുക്ക് സംഭവിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 5G ഫിൽട്ടർ LMB നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ സാറ്റലൈറ്റിൽ നിന്നും വരുന്ന സിഗ്നൽ കുറവായതുകൊണ്ടാണ് നമ്മൾ 6 ഫീറ്റും 8 ഫീറ്റും ഉള്ള ഡിഷുകൾ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നലാണെങ്കിൽ നമുക്ക് ചെറിയ ഡിഷിൽ തന്നെ നമുക്ക് ഈ ഒരു സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റിൽ വരുന്ന സിഗ്നൽ നമുക്ക് മുമ്പ് തന്നെ പിടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതിനിടയിൽ കൂടെ നമുക്ക് സിഗ്നൽ വളരെ വീക്കായ സിഗ്നൽ ആയതുകൊണ്ടാണ് നമുക്ക് വലിയ ഡിഷുകൾ ഉപയോഗിക്കേണ്ട ആവശ്യങ്ങളും വരുന്നത്. അതിനിടയിൽ നമുക്ക് ഈ ഒരു 5Gയുടെ പ്രശ്നം കൂടി വരുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ നമ്മുടെ വീക്കായിട്ടുള്ള സിഗ്നലും കൂടി മിക്സ് ആവുകയും ഇത് തമ്മിൽ നമുക്ക് ഇൻ്റർഫിയറൻസ് വന്ന് നമുക്ക് സിഗ്നൽ കട്ടാവുന്ന അവസ്ഥയും ഇല്ലെങ്കിൽ സിഗ്നൽ ഫ്രീസിംഗ് ഉള്ള അവസ്ഥയും നമുക്കുണ്ടാകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സിഗ്നൽ നമുക്ക് ലഭിക്കുന്ന LMBകൾ നമ്മൾ ഉപയോഗിക്കുവാൻ വേണ്ടി നിർബന്ധിതരാകുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി വാങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വിദേശ LMBകൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതുപോലുള്ള LMB മേടിക്കുവാൻ വേണ്ടി ട്രൈ ചെയ്യുക. തീരെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം സോളിഡിൻ്റെ നമ്മുടെ നാട്ടിലെ LMB മേടിക്കുക. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് 8 ഫീറ്റ് ഡിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. 6 ഫീറ്റിൽ ഞാൻ ഉപയോഗിച്ചിരുന്നു. അതിനേക്കാളും കൂടുതൽ മെച്ചം ഇതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു LMB സജസ്റ്റ് ചെയ്യുന്നത്. മുൻപ് പലരും ഇതിന് ഈ ഒരു LMB വെക്കുന്നത് കൊണ്ട് കൂടുതൽ സിഗ്നൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് വ്യക്തമായി ഞാൻ പറയുകയാണ്. ഇതിന് കുറച്ച് ഒരു 3%, 4%, ഒരു മാക്സിമം ഒരു 5% നമുക്ക് കൂട്ടിയെടുക്കാൻ മറ്റ് LMBയെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.